അദ്വൈതാനന്ദചിന്മാത്ര ജ്യോതിർനാരായണാത്മകം ജഗസ്ഥു ധർമ്മബോധായ നിത്യം അവ്യാഹതാത്മനാ. ശാശ്വതവും ഏകവും പരമാത്മസ്വരൂപവും സാക്ഷാൽ ശ്രീനാരായണാത്മകവുമായ ജ്ഞാനസ്വരൂപം ധാർമ്മികരായ ജനങ്ങളുടെ ധർമ്മബോധത്തിനായി എല്ലായ്പ്പോഴും പ്രകാശിക്കട്ടെ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഏറെ ബഹുമാന്യരായ SNDP യോഗം കോട്ടയം യൂണിയൻ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ, ശാഖാ പ്രവർത്തകർ, എല്ലാത്തിലുപരിയായിട്ട് ചിങ്ങം 1 മുതൽ കന്നി 9 വരെയുള്ള ദിവസങ്ങളിൽ ഗുരുവിജ്ഞാന സന്ധ്യ എന്ന പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്ന യൂണിയൻ്റെ ധീരരായിട്ടുള്ള സൈബർ സേന പ്രവർത്തകരെ എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഗുരുസ്തവം എന്ന കൃതിയാണ്. ഒന്നിനോടും ഭേദമില്ലാതെ എല്ലാം ഏകമായി കാണുകയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ ആരാധ്യ പുരുഷനായി മാറുവാൻ കഴിഞ്ഞ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ, ആ ഭഗവാനെ ഏറെ ശുശ്രൂഷിക്കുവാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ അനർഗള മുഴുക്കുന്ന മധുവാണികളിലൂടെ മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയാകുവാനും കഴിഞ്ഞ ശ്രീ കുമാരനാശാനാൽ വിരചിതമായ ഒരു സ്തോത്ര കൃതിയാണ് ഗുരുസ്തവം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ സശരീരനായിരിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ എണ്ണച്ചായ ചിത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട്, നമുക്കറിയാം ലോകത്തിലെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം കുളത്തൂർ കോലത്തുകര ക്ഷേത്ര സന്നിധിയിലുള്ള ഗുരുദേവ ക്ഷേത്രം കുമാരനാശാൻ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ ഗുരുപൂജ നടത്തിക്കൊണ്ട് ഭഗവാൻ അവിടെ എത്തി സശരീരനായിരിക്കുമ്പോൾ തന്നെ ആ ഗുരുപൂജ പ്രസാദം ഭക്തർക്ക് നൽകിക്കൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങുവാൻ കഴിഞ്ഞ ഭക്തരുള്ള ആ പ്രദേശത്ത്, ആ ഗുരുക്ഷേത്രത്തിൽ 41 ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട് ഭഗവാന്റെ പിറന്നാളിന് ശിഷ്യൻ നൽകിയ സംഭാവന, ശിഷ്യൻ്റെ സംഭാവനയാണ് ഈ ഗുരുസ്തവം എന്ന കൃതി. ഇപ്പം കുമാരനാശാൻ എത്ര ഭക്തി സാന്ദ്രമായിട്ടാണ് ആ ഗുരുസ്തവം എന്ന കൃതി അവിടെ രചിക്കപ്പെട്ടത്. ഗുരുവിനെ വായിച്ച് കേൾപ്പിക്കുകയും ആ ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങുവാനും ഒക്കെ കഴിഞ്ഞത് എന്ന് ഓർക്കണം. നമുക്കറിയാം ഗുരുവിൻ്റെ ഗുരു ആരാണ് എന്ന് പറഞ്ഞു തരുമ്പോൾ ഇന്ന് ഗുരുപ്രസ്ഥാനവുമായി നിൽക്കുന്ന ഏതൊരു മേഖലയിലും ഗുരുസ്തവം എന്ന കൃതി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഗുരുസ്തവം എന്ന കൃതിയിലൂടെയാണ് യോഗങ്ങളെല്ലാം ആരംഭിക്കുന്നത് തന്നെ. SNDP യോഗം പ്രവർത്തനമായാലും ശിവഗിരി മഠത്തിൻ്റെ പ്രവർത്തനമായാലും ഏത് മേഖലയായിക്കോട്ടെ, ഏത് മേഖലയിലും ഗുരുസ്തവം നമ്മൾ ചൊല്ലിയാണ് ആ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. അങ്ങനെയുള്ള ആ ഗുരുസ്തവം എന്ന കൃതിയിൽ കുമാരനാശാൻ വിളിക്കുകയാണ്: നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി, നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി. നാരായണമൂർത്തി, ആ നാരായണൻ ആരാണ്? ആ പരമാത്മസ്വരൂപത്തെ അറിഞ്ഞ ഭഗവാനെ വിളിക്കുകയാണ്. എങ്ങനെയുള്ള ഭഗവാനാണ്? ശരീരം പൂണ്ടവനെ എന്നാണ് വിളിക്കുന്നത്. നാരായണമൂർത്തി, നാരായണനായിട്ടുള്ള ഭഗവാൻ ശരീരം പൂണ്ടവനെ. എപ്പോഴാണ് ആ ഈശ്വരനായി തീർന്നത്? നമുക്കെല്ലാം അറിയാമല്ലേ. മരുത്വ മലയിൽ വളരെ ചെറുപ്പത്തിൽ 27-28 വയസ്സിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ എന്ത് ചെയ്യുന്നത്? തപസ്സനുഷ്ഠിക്കുന്നതും അവിടെ വെച്ച് ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നെല്ലാം
വിടുതൽ നൽകിക്കൊണ്ട് ആ ഈശ്വരനിലേക്ക് തൻ്റെ ഉള്ളിലെ ആ ജ്ഞാനെ ആരാണെന്നൊന്ന് അറിയുവാനിട്ടു അകത്തേക്ക് ചെന്നുകൊണ്ട് ഈശ്വര ജ്ഞാനത്തെ പരമാത്മാവിനെ അറിഞ്ഞുകൊണ്ട് പരമാത്മ സ്വരൂപത്തെ ആ ബ്രഹ്മത്തിലേക്ക് ലയിച്ച് ചേർന്നത് അവസ്ഥ അല്ലേ. ശരീരമുണ്ട്, പക്ഷേ ഗുരു എവിടെയാണ്? ഈശ്വരൻ ലയിക്കുന്നു. അങ്ങനെ ആ ശരീരം നിലനിർത്തിക്കൊണ്ട് ആ സ്വന്തം ആത്മാവിനെ ഈശ്വരനിലേക്ക് ലയിപ്പിക്കുന്നൊരവസ്ഥ, ആ സമാധിസ്ഥനാകുന്ന അവസ്ഥ, അങ്ങനെ സമാധിയായി ഈശ്വരനായി തീർന്ന അവസ്ഥ അല്ലേ. അപ്പോൾ ശരീരമുണ്ട്, അപ്പോൾ ശരീരത്തിലിരുന്നു കൊണ്ടാണ് ഈശ്വരനായി മാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മൂർത്തിഭാവം പൂണ്ടവനെ എന്ന് ഗുരുവിനെ വിളിക്കുന്നത്. അപ്പം എന്താണ്? നാരായണമൂർത്തി. അങ്ങനെ നാരായണനായി തീർന്ന മൂർത്തിഭാവം പൂണ്ടവനെ പിന്നെ ആരാണ്? ഗുരുനാരായണമൂർത്തി. എങ്ങനെയുള്ള ആളാണ്? ഗുരുവാണ്. ഗുരു എന്ന് വെച്ചാൽ എന്താണ്? ഇരുട്ടിനെ ഇല്ലാതാക്കുവൻ ആരാണോ അതാണ് ഗുരു. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അറിവുകളെ തന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ, നമ്മുടെ അന്ധകാരത്തെ അകറ്റിയ ആളാണ് ആര്? നമ്മുടെ ഗുരു, മഹാഗുരു. ആ ഗുരുവിനെ ഗുരു നാരായണമൂർത്തി എന്ന് വിളിക്കുകയാണ് അല്ലേ. പരമാത്മ സ്വരൂപത്തെ അറിയുക മാത്രമല്ല ചെയ്തത്, ആ പരമാത്മ സ്വരൂപത്തെ അറിഞ്ഞവിടെ ഈശ്വരനായി നിന്നുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സിലെ അജ്ഞതയെ മാറ്റി ആ വിജ്ഞാനത്തിലേക്ക് വിജ്ഞാനം പകർന്ന് നേരാംവഴി കാട്ടി കൊണ്ടുപോകുന്ന മഹാഗുരുവിനെ വിളിക്കുന്നു നാരായണമൂർത്തി. ഗുരു നാരായണമൂർത്തി എന്ന് വിളിക്കുകയാണ്. പിന്നെയോ പരമാചാര്യ നമസ്തേ. ആചാര്യനാണ്. ഏതാചാര്യൻ? പരമമായ ആചാര്യനാണ്. പരമാചാര്യ, ആചാര്യന്മാരുടെ ആചാര്യനാണ് ഗുരു എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആര്? ആചാര്യൻ ആരാണ്? ശാസ്ത്രധർമ്മങ്ങളെ ശരിയായ വിധം മനസ്സിലാക്കുകയും അത് സ്വജീവിതത്തിൽ പ്രാബല്യത്തെ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് അതിവിടെ സ്ഥാപിക്കുകയും അല്ലേ, ആ ആചാരത്തെ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് ആചാര്യൻ എന്ന് പറയുന്നത്. ആ ആചാര്യന്മാർക്കും ആചാര്യനാണ് ആര്? നമ്മുടെ മഹാഗുരുവെന്ന് കുമാരനാശാൻ നമ്മെ പറഞ്ഞു തരുന്നു. എങ്ങനെ തുടങ്ങുന്നത്? ആരായുകിലന്തത്വമൊഴിച്ചാതിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾക്കവിടുന്നാം നാരായണമൂർത്തി, ഗുരുനാരായണമൂർത്തി. ആരായുകിൽ നമ്മളൊന്ന് അന്വേഷിച്ച് പോകണം ഗുരു ആരാണെന്ന് അറിയണമെങ്കിൽ. അല്ലാതെ വെറുതെ ഒന്നും ഗുരു ആരാണെന്ന് നമുക്കറിയുവാൻ സാധിക്കത്തില്ല. അപ്പം നമ്മളെങ്ങനെ അന്വേഷിക്കണം? നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്താ മനസ്സിലാകുന്നത്? ആദ്യമഹസ് അല്ലേ, ആ പരബ്രഹ്മസ്വരൂപം അല്ലേ, പരബ്രഹ്മസ്വരൂപത്തിലേക്ക് നമ്മെ വഴി കാട്ടിത്തരുന്ന നേരാം വഴിയായി കാട്ടിത്തരുന്ന ഒരു ഗുരുവാണ്. ഇരുട്ടിനെ ഇല്ലാതാക്കി അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു തരുന്ന ഒരു മഹാഗുരുവാണ് ഈ ഗുരു. ആ ഗുരു ആരാണ്? അതുകൊണ്ട് തന്നെ പരമമായ ദൈവമാണ്. ആ പരമമായ ദൈവത്തെ എന്താണ്? ആരാധ്യനതോർത്തിടി. ആരാധിക്കുന്നവർക്ക് എന്താണ്? ആ പരമമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് നാരായണമൂർത്തി, ഞങ്ങൾക്ക് അങ്ങേ പ്രാർത്ഥിക്കുന്നത് മൂലം എന്തുണ്ടാകുന്നു? എല്ലാ വിജയവും ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് ആ കുമാരനാശാൻ ഇവിടെ പറയുമ്പോൾ ആ നാരായണമൂർത്തിനെ ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പിന്നെ പറയുകയാണ്, അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ, വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ, മുൻപായി നിനസ്സൊക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തി. അൻപാർന്നവരുണ്ടോ അല്ലേ? എത്ര സ്നേഹമുള്ള ഗുരു വേറെ ഉണ്ടോ അല്ലേ? അത്ര സ്നേഹമായിരുന്നു. അപ്പോൾ കുമാരനാശാൻ ഇത് സ്നേഹത്തോടെ പറയാൻ കാരണം എന്നാണ്? കുമാരനാശാനെ എന്താണ്? ഒരച്ഛനെ പോലെയും ഒരമ്മയെ പോലെയും ഒരു സഹോദരനെ പോലെയും ഒക്കെ പരിരക്ഷിച്ചത് ഈ ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ ആ സ്നേഹവും ആ തലോടലും ആ കരുണയും ആ ഉത്തരവാദിത്വം ഒക്കെ കുമാരനാശാൻ അറിയാം. അതുകൊണ്ടാണ് കുമാരനാശാൻ ഇവിടെ ഇത്ര സ്നേഹമുള്ള വേറൊരു ഗുരു ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ ഇടയിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ട് ഒരു വൃദ്ധനാണെങ്കിൽ വൃദ്ധൻ്റെ രീതിയിൽ ഗുരുവിനെ സംസാരിക്കാൻ അറിയാമായിരുന്നു.
കൊച്ചു കുട്ടികളാണെങ്കിൽ കൊച്ചു കുട്ടികളോട് പെരുമാറേണ്ട രീതി ഗുരുവിന് അറിയാമായിരുന്നു. അങ്ങനെ വിജ്ഞാനികളായിട്ടുള്ള ആ ജ്ഞാന കേന്ദ്രങ്ങൾക്ക് അവരുടെ ഒപ്പം നിന്ന് സംസാരിക്കാൻ ഗുരുവിന് അറിയാമായിരുന്നു. ഇനിയിപ്പോൾ അജ്ഞതയുള്ളവരുടെ ഇടയിലും ഗുരുവിന് അവരോടൊപ്പം നിന്ന് സംസാരിക്കാനും അവരുടെ പെരുമാറാനും ഒക്കെ ഗുരു പ്രാപ്തനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാഗുരുവിൻ്റെ ആ സ്നേഹം അല്ലേ, അത്രയ്ക്ക് സ്നേഹമാണ്, എല്ലാവരോടും സ്നേഹമാണ്. ഒരു സർവ്വചരാചരങ്ങളോടും, സസ്യങ്ങളോടും മൃഗങ്ങളോടും പക്ഷികളോടും എന്ന് വേണ്ട എല്ലാ ഭൂലോകത്തുള്ള സർവ്വചരാചരങ്ങളും ഈശ്വരൻ്റെ അംശമാണ് എന്ന് കണ്ടുകൊണ്ട്, എല്ലാത്തിനെയും ഏകമായി കണ്ടുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ അനുകമ്പയോടെ പെരുമാറുവാൻ നമ്മുടെ മഹാഗുരുവിന് കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് അൻപാർന്നവരുണ്ടോ, ഇതുപോലെ സ്നേഹമുള്ളവർ വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ്. പരവിജ്ഞാനികളുണ്ടോ? അല്ലേ, ഇങ്ങനെയുള്ള പരമമായ വിജ്ഞാനികളുണ്ടല്ലേ. ഏത് കാര്യമാണ് ഗുരുവിന് അറിയില്ലാത്തത്? ഗുരുവിന് വേദങ്ങളും ഉപനിഷത്തുകളും മാത്രമല്ല അല്ലേ, എത്ര മതഗ്രന്ഥങ്ങളും ഗുരുവിന് അറിയാമായിരുന്നു. അങ്ങനെ ആ അറിവുള്ള ആ മഹാഗുരുവിനെ ഇതുപോലെ ഇത്രയും ജ്ഞാനത്തിൽ ഏത് വിഷയമെടുത്ത് ചോദിച്ചാലും അല്ലേ, ഏത് വിഷയത്തെക്കുറിച്ച് ചോദിച്ചാലും ഗുരുവിന് ഏത് ഉറക്കത്തിലും മറുപടി പറയാൻ ഗുരുവിന് അറിയാമായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ജ്ഞാനിയായ ഗുരുവ്, ഇതുപോലെയുള്ള പരമ ഗുരുവിനെ വേറെ എങ്ങും, വിജ്ഞാനിയായിട്ടുള്ള ഗുരുവിനെ വേറെ എങ്ങും നമുക്ക് കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വൻപാകെ വെടിഞ്ഞല്ലേ, എന്തെങ്കിലും അഹങ്കാരമുണ്ടോ ഗുരുവിന്? ഇത്രയും ജ്ഞാനസമ്പത്തുള്ള ഗുരുവിന് എന്തെങ്കിലും ഒരു അഹങ്കാരമുള്ളതായിട്ട് കാണാൻ കഴിയും എവിടെയെങ്കിലും? ഇപ്പം നമുക്കറിയാം, ഈ കാണുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ എല്ലാം സാമ്പത്തിക സ്ഥിതി ഒക്കെ ഗുരുവിനുള്ളതാണ്. ഗുരുവിന് അങ്ങനെയുള്ളൊരു അഹങ്കാരമില്ല. ഗുരുവിന് ജ്ഞാനമുണ്ടെന്നുള്ളൊരു അഹങ്കാരമില്ല. ഗുരുവിന് സൗന്ദര്യമുണ്ടെന്നുള്ള അഹങ്കാരമില്ല. എന്ത് വേണം ഒരു കാര്യത്തിലും ഗുരുവിന് ഇത്രയും ശിഷ്യ സമ്പത്തുണ്ടെന്നുള്ള അഹങ്കാരം ഒന്നും ഗുരുവിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു മേഖലയിലും ഗുരുവിന് അങ്ങനെ അഹങ്കാരമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. അങ്ങനെ അഹങ്കാരങ്ങളൊന്നുമില്ലാത്ത ഇങ്ങനെയൊരു സ്നേഹസമ്പന്നനായ വിജ്ഞാനിയായ അഹങ്കാരമില്ലാത്ത ഇങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് എവിടെയെങ്കിലും കാണുവാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. മുൻപായി നിനച്ചൊക്കെയും ഞങ്ങൾ പറ്റൂ. ഇതുകൊണ്ട് തന്നെയാണല്ലേ എല്ലാവരോട് സ്നേഹമാണ്, ആ സ്നേഹ സ്വരൂപമാണ് ആ സ്നേഹമുള്ള ആ ഗുരുവിനെ. അതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യുന്നു, ഈ പാവന പാദം, ആ പാദം ഭഗവാന്റെ പാദത്തിലേക്ക് ഞങ്ങൾ വീണ് നമസ്കരിക്കുകയാണ്. ആ ഭഗവാനിലേക്ക് അർപ്പിച്ച് ഭഗവാനെ മനസ്സിലേക്ക് അങ്ങ് ഉറപ്പിച്ച് പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് കുമാരനാശാൻ പറയുന്നു. പിന്നെയോ, അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപസ്സും ധന്യത്വമൊടങ്ങാത്മതപസ്സും ബലി ചെയ്വൂ സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലമിയെന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തി. ആ മൂർത്തിരൂപം വേണ്ട ഭഗവാനെ അവിടുന്ന് അന്യർക്ക് ഗുണം ചെയ്വതിനായുസ്സു വപസ്സും. അല്ലയോ ഭഗവാനെ, അങ്ങ് എന്താണ്, അങ്ങയുടെ ആയുസ്സിൽ 73 വർഷക്കാലം ഇവിടെ 73 സംവത്സരം ഇവിടെ ശരീരം പൂണ്ട് ഇവിടെ കഴിഞ്ഞുവെങ്കിൽ ആ വർഷക്കാലം എത്രയും എന്താണ്, ആയുസ്സും വപസ്സും അല്ലേ, ആയുസ്സും ആരോഗ്യം എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിതമായ ജീവിതമായിരുന്നു എന്ന് കുമാരനാശാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുവാണ്. ശരിയല്ലേ? ഗുരു എപ്പോഴാണ് വിശ്രമിച്ചിട്ടുള്ളത്? ഗുരു എന്ന് കൊച്ചു നാണുവായിരുന്നപ്പോൾ മുതൽ ശരീരം വെടിയുന്നത് വരെ അല്ലേ, മഹാസമാധി പ്രാപിക്കുന്നവരെ, ആ ശരീരം വെടിഞ്ഞ് ഈശ്വരനിലേക്ക് പ്രാപിക്കുന്ന അവസ്ഥ, മഹാസമാധി അവസ്ഥനാകുന്നത് വരെ എന്താണ്, ഗുരു ആരായിരുന്നു? നിർത്താതെ തൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തന നിരതനായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, ഏറ്റവും അവസാനമായിട്ട് ശരീരത്തിന് അവസ്ഥകൾ, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പലതും ഉണ്ടായപ്പോഴും ഏറ്റവും അവസാനമായിട്ട് നാഗമ്പട മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ട് നമുക്ക് മഹാഗുരു അറിവിൻ്റെ തീർത്ഥാടനം വരെ നമുക്ക് കൽപ്പിച്ചു തന്നില്ലേ? ഒരു ഭഗവാനാൽ കൽപ്പിച്ചു തന്ന തീർത്ഥാടനം പോലും അല്ലേ, അവിടം വരെ നമുക്ക് കൽപ്പിച്ചു. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഉയർച്ച നേടുവാൻ മനുഷ്യനായിട്ട് ജനിച്ചവർക്കൊക്കെ ഒരു ഉയർച്ചയിലേക്ക് എത്തുവാൻ, അല്ലാതെ ജാതിയോ മതവും നോക്കാതെ ഏവർക്കും സന്തോഷം നൽകുന്ന രീതിയിൽ, ഏവർക്കും സുഖം നൽകുന്ന രീതിയിൽ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ട 8 ലക്ഷ്യങ്ങളോട് കൂടിയാണ്, 8 ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ഗുരു നമുക്ക് കൽപ്പന നൽകിയത്.
അപ്പം അങ്ങനെയുള്ള ഗുരു ഏതൊക്കെ രീതിയിലാണോ വളർച്ചയ്ക്ക് ഒരു മനുഷ്യ ആയുസ്സിൽ നമുക്ക് നമ്മുടെ ശരിയായ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ കഴിയുന്നത്, അവിടേക്കൊക്കെ മഹാഗുരുവിൻ്റെ നോട്ടം എത്തിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്ന ശ്രീനാരായണ ധർമ്മവും ഗുരുദേവ കൃതികളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അപ്പം ഏവർക്കും വേണ്ടിയിട്ട്, അന്യർക്ക് വേണ്ടിയിട്ടാണ് ആയുസ്സും വപസ്സും ഒക്കെ സമർപ്പിച്ച് നിത്യ ബ്രഹ്മചാരിയായിട്ട് ഭഗവാൻ ഇവിടെ കടന്നു പോകുന്നത്. ആ ആയുസ്സും വപസ്സും ധന്യത്വമോടെ അങ്ങ് ആത്മതപസ്സും വലി ചെയ്യൂലേ. ഒരു തപസ്സൊക്കെ ചെയ്ത് ഭഗവാനിലേക്ക് ചേരേണ്ട ഒരവസരം, ഗുഹകളിൽ പോയി തപസ്സനുഷ്ഠിക്കുമ്പോൾ നമുക്കറിയാം, ദൈവദശം എന്ന കൃതിയിലേറ്റ അവസാനമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അതുകൊണ്ട് ആഴണം വാഴണം നിത്യം, വാഴണം സുഖം. ആ സുഖത്തിലേക്ക് അമർന്നല്ലേ, ധ്യാനത്തിലിരുന്ന് ആ സുഖത്തിലേക്ക് അമരുന്നൊരവസ്ഥയുണ്ട് സന്യാസിമാർക്ക്. അതൊന്നും നോക്കാതെ ഗുരു ജനമധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. തൻ്റെ ധർമ്മം ഈ കേരളം ആകെ, ഈ ജനതയെ, മനുഷ്യരെ ലോകമെമ്പാടും, ലോകാനുരൂപനാണല്ലേ, ലോകത്തിൽ അനുരൂപനായ ആ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഏതൊക്കെ രീതിയിൽ അവരെ കൈപിടിച്ചുയർത്താമോ അതൊക്കെ ചെയ്യുകയായിരുന്നു ഈ 73 സംവത്സരവും. അപ്പോഴും എന്താണ്, ആ തപശക്തി നഷ്ടപ്പെടാതെ അല്ലേ, എപ്പോഴും ധ്യാനത്തിലായിരുന്നു, ഈശ്വരനായിരുന്നു തന്നെ ആ ഗുരു ഈ കർമ്മങ്ങളെല്ലാം കടന്നുപോയി. അങ്ങനെ ആ അന്യർക്ക് വേണ്ടി ഈ ഗുണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ധന്യത്വമോടെ ആ തപസ്സും ഒക്കെ ഇങ്ങനെ അർപ്പിച്ച് ചെയ്യുമ്പോൾ ആ ഗുരുവിനോട് സന്യാസികളില്ല, ഇങ്ങനെയൊക്കെ സന്യാസിമാരുണ്ടോ അല്ലേ? നമുക്ക് നമ്മുടെ ഭാരതത്തിൽ 3 തരത്തിലുള്ള സന്യാസിമാരാണുള്ളത്. ഒന്ന്, ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെയൊക്കെ വേണ്ട വിധം പരിപാലിച്ചതിന് ശേഷം സന്യാസം സ്വീകരിക്കുന്നവർ, പിന്നീട് സന്യാസത്തിലേക്ക് പോകുന്നവർ, അതുകൂടാതെ വാനപ്രസ്ഥത്തിലേക്ക് കടന്നുകൊണ്ട് അതിനുശേഷം സന്യാസം സ്വീകരിക്കുന്നവർ, ഇതുകൂടാതെ ബ്രഹ്മചര്യാവ്രതത്തോടു കൂടി തന്നെ തുടക്കത്തിലേ തന്നെ സന്യാസത്തിലേക്ക് മാറുന്നവർ, ഇങ്ങനെ 3 തരത്തിലുള്ള സന്യാസിമാരുണ്ടല്ലേ. ഈ 3 തരത്തിലുള്ള സന്യാസിമാരിലും ഇങ്ങനെയൊരു സന്യാസിയെ ഇവിടെ എങ്ങും കണ്ടിട്ടേ ഇല്ല എന്നാണ് കുമാരനാശാൻ പറയുന്നത്. സത്യമാണ്, കുമാരനാശാൻ പറയുന്നത് സത്യമാണ്. ഇങ്ങനൊരു ഗുരുവിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഈ മഹാഗുരുവല്ലാതെ വേറൊരാളും ഇന്നേ വരെ ഇവിടെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കുമാരനാശാൻ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. സന്യാസികളില്ലിങ്ങനെ ഇല്ലില്ലിമിയെന്നോർ വന്യാശ്രമേലുന്നവരും ശ്രീ ഗുരുമൂർത്തി. ആ ഗുരുമൂർത്തിനെ വിളിക്കുകയാണ് ഇവിടെ കുമാരനാശാൻ. അപ്പം അത്ര ഭംഗിയായിട്ട് പറഞ്ഞു തരുമ്പോൾ പിന്നീട് കുമാരനാശൻ പറയുവാണ്, വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങു വസിപ്പൂമല പോലെ വേദാഗമസാരങ്ങളറിഞ്ഞങ്ങൊരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പു ഗുരുമൂർത്തി. അല്ലേ, വാദകോലാഹലങ്ങൾ ഇന്നും നമുക്കറിയാം. ഇന്നും നമുക്ക് പുറത്തേക്ക് വരുമ്പോൾ കേൾക്കാൻ വേണ്ടിയില്ലേ, എൻ്റെ മതമാണ് വലുത്, എൻ്റെ സ്വർഗരാജ്യം വേണമെങ്കിൽ നമ്മുടെ അടുത്തേക്ക് പോരും, നമുക്കത് സാധിക്കും, നമ്മുടെ ഈശ്വരനാണ് വലുത്, എൻ്റെ ഈശ്വരൻ, നിൻ്റെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാദകോലാഹലങ്ങളാണ്. ഭഗവാന്റെ ആ കാലഘട്ടത്തിലും എന്താണ് ഇതുപോലെയുള്ള വാദകോലാഹലങ്ങളൊക്കെ ഉണ്ട്. മതപരിവർത്തനങ്ങൾ നടന്നിരുന്ന വലിയൊരു കാലഘട്ടത്തിലാണ് ഗുരു കടന്നു പോകുന്നത്. അപ്പോൾ ഗുരു നമുക്ക് എന്താണ് കോലാഹലങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ എന്താണ് പറയുന്നത്, മതപ്പോരുകളൊക്കെ കണ്ടിട്ടാണ് മല പോലെയാണ് ഗുരു ഇരുന്നത്. എന്തിനായിരിക്കാം മല പോലെ ഇരുന്നത്? ഇവരെല്ലാം ഏകമായ സത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുണ്ടായിരുന്നു. അതിനുള്ള ആ ബലത്താലാണ് ഭഗവാൻ എന്തുപോലെ മല പോലെ വസിച്ചത് അല്ലേ, മല പോലെ വസിച്ചു. നമുക്കറിയാം, ആലുവ അദ്വൈത ആശ്രമത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മതങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സർവമത സമ്മേളനം സംഘടിപ്പിച്ചപ്പോൾ അല്ലേ, എല്ലാ മതവും അവിടെ പഠിച്ചു വന്ന് ഓരോ മതത്തിലെയും പ്രഗത്ഭരായിട്ടുള്ള അവരവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് അവിടെ മനസ്സിലായത്?
എല്ലാ മതസാരവും ഏകമാണല്ലേ. പല മതസാരവും ഏകമെന്ന് പാരാതെ ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ അല്ലേ, പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടേണം എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന് അരുളിക്കൊണ്ട് അവിടെ എഴുതി വെച്ചുകൊണ്ടാണ് ഗുരു ഇവിടെ ആ മഹാസമ്മേളനം അവിടെ നടത്തിയത്. അപ്പോൾ അവിടെ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്, പല മതസാരവിലെ പല വഴിയിൽ ഒഴുകി വരുന്ന പുഴകൾ പോലെയാണ്. അരുവിയുണ്ടാവാം, തോടുണ്ടാവാം, ചെറുപുഴകളുണ്ടാകാം, എല്ലാം പല ദിക്കുകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴുകി വന്ന് എവിടെ ചേരുന്നു, അവസാനം വൻ കടലിൽ വന്നെത്തിച്ചേർന്നു അല്ലേ. അതുപോലെയാണ് മതങ്ങൾ. മതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയാണ്. ആ ഈശ്വര സാക്ഷാത്കാരം നേടുന്നതിന് വേണ്ടിയുള്ള ഓരോ വഴികളും ഓരോരുത്തരും തിരഞ്ഞെടുത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെല്ലാം എവിടെ എത്തുന്നു ചേരുന്നു, ഏകമായ പരബ്രഹ്മ സ്വരൂപത്തിലെ ഏകമായ ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് സർവ്വവ്യാപിയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഗുരു നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ വാദകോലാഹലങ്ങൾ കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല, ഇത് വെറുതെ നടത്തുന്നതാണ്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു തരാൻ ഗുരുവിന് പ്രാപ്തിയുണ്ട്. ഇവരെല്ലാവരെയും ചേർത്ത് നിർത്തുവാനുള്ള ഒരു വൈഭവം ഗുരുവിനുണ്ടായിരുന്നു. ആരോടും ഒരു വിദ്വേഷം പുലർത്താതെ സ്നേഹത്തോടെ അനുകമ്പയോടെ അവരെ ചേർത്ത് നിർത്തുവാൻ ഗുരുവിന് കഴിയുമായിരുന്നു. അങ്ങനെയുള്ള ഗുരു എന്താണ്, വേദാഗമസാരങ്ങളറിഞ്ഞൻ ഗുരുവൻ താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പു ഗുരുമൂർത്തി. അതുകൊണ്ട് ഭേദാദികളൊന്നുമില്ലാത്ത അവിടുന്ന് ജയിപ്പു, അങ്ങോട്ട് വിജയിക്കൂ ഗുരു എന്ന് കുമാരനാശാനോട് പറയണം. വേദങ്ങളുടെയൊക്കെ സാരങ്ങൾ ഉള്ളിൽ കിടക്കുകയാണല്ലേ. ഈ സർവമാന കാര്യങ്ങളും സർവവിജ്ഞാന കോശമായി ഗുരു വർത്തിക്കുമ്പോൾ ഗുരു അങ്ങനെയുള്ള ഗുരു അങ്ങ് വിജയിച്ചാലുമെന്ന് കുമാരനാശാനിവിടെ നമുക്ക് പാടിത്തരുന്നു. പിന്നെയോ, മോഹാകുലരാം ഞങ്ങളെ അങ്ങേടയടിപ്പു സ്നേഹാത്മകമാം പാസമതിൽ കെട്ടിയിഴപ്പു ആഹ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പു ഗുരുമൂർത്തി. എന്താ ഭഗവാനെ, മൂർത്തിഭാവം പൂണ്ട ഭഗവാനെ അങ്ങ് വിജയിച്ചാലും എന്തുകൊണ്ടാണ്, മോഹാകുലരാം അല്ലേ, നമ്മൾ മോഹത്തിനടിമയാണ് അല്ലേ. നമ്മുടെ സർവ്വ ദുഃഖത്തിനും കാരണം മോഹമാണ്, നമ്മൾ ആഗ്രഹമാണ് അല്ലേ. അതാണല്ലോ ജനനി നവരത്ന മഞ്ജരിയിൽ ഗുരു നമുക്ക് പാടിത്തരുന്നില്ലേ, ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാസു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയ ഉയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും അല്ലേ. അനാദിയിൽ പ്രിയമുണർന്ന് ആടലാം കടലിൽ, അന്നാദിയിൽ പ്രിയമുണർന്നല്ലേ. അന്നവും മുതലായ പല പല കാര്യവിഷയങ്ങളിലെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പെട്ട് കിടന്നിട്ട് ആഗ്രഹം മൂത്ത് എന്താണ്, നമ്മൾ ദുഃഖിതരായി മാറുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതൊക്കെ ആ ഭൗതികമായിട്ടുള്ളവയൊക്കെ എന്താണ്, നീർക്കുമിള പോലെ നിലയറ്റതാണ്, ഇതെല്ലാം അസ്തമിക്കുന്നതാണ്. എന്താണ് പിന്നെ നിലനിൽക്കുന്നത്, പരമാത്മ സത്യമായ അറിവ് മാത്രമേ, അതായത് ഈശ്വരൻ പരബ്രഹ്മവും മാത്രമാണ് ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അതിനെ അറിയണം. അപ്പം അതിനെ അറിയുമ്പോൾ എന്താണ് ആ ഗുരു എന്താ നമുക്ക് തരുന്നത്, അപ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, സുഖം ലഭിക്കുന്നത്. ആ പരമാത്മ സ്വരൂപത്തെ അറിയുവാൻ എന്താണ്, അതിനു വേണ്ടിയിട്ട് സ്നേഹമാകുന്ന പാശം, സ്നേഹമാകുന്ന കയറുകൊണ്ട് ഭഗവാൻ നമ്മളെ കെട്ടി വെച്ചിരിക്കുകയാണ്, ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഭഗവാനിലേക്ക് ചേർന്നിരിക്കുവാൻ വേണ്ടിയിട്ട് പാശം, ആ കയറ് അല്ലേ, ആ സ്നേഹമാകുന്ന കയറ് നമ്മളെ അങ്ങോട്ട് ചേർത്ത് ഭഗവാനിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ. അല്ല ഭഗവാനെ, ആഹാ എത്ര ബഹുലക്ഷം ആളുകളാണ് ഭഗവാനെ ഇങ്ങനെ വാഴ്ത്തി സ്തുതിക്കുന്നത്, ഭഗവാനിലേക്ക് സ്നേഹമാകുന്ന പാശത്തിലേക്ക് ചേർന്നിരിക്കുന്നത്. അവർക്കൊക്കെ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർച്ച നൽകുന്നു അല്ലേ. ആ ഉയർച്ച നൽകുന്ന ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു എന്ന് കുമാരനാശാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് പിന്നീട് പറയുകയാണ്, അങ്ങേ തിരുവുള്ളൂറിയൊരൻപിൻ വിനിയോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം എങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരനിൻപുകൾ പോൽ ശ്രീ ഗുരുമൂർത്തി.
അങ്ങേ തിരുവുള്ളിയോരൻപിൻ വിനിയോഗം അല്ലേ, അങ്ങയുടെ ഉള്ളിൽ നിന്നും ഊറി വന്ന ഒരൻപിൻ്റെ വിനിയോഗം. ഓ എന്താല്ലേ, ഭഗവാന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു സംഗതി ഇങ്ങോട്ട് ഒഴുകി വന്നിട്ടുണ്ട്. അതെന്താണ്? ഞങ്ങളുടെ വിനിയോഗമായിട്ട് എന്തോ ഒഴുകി വന്നത്? ഞങ്ങൾക്ക് ശുഭം ചേർത്തിടും ഈ ഞങ്ങളുടെ യോഗമെന്ന്. ഇത്ര ഭംഗിയായിട്ട് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഞങ്ങളുടെ യോഗമെന്ന്. ഏത് യോഗമാണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. എന്താ അല്ലേ, ഭഗവാന്റെ ഉള്ളിൽ നിന്ന് ഊറി വന്ന അൻപ്, ആ കാരുണ്യം, ആ കൃപയാണ് എന്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം. അത്രയ്ക്ക് മഹത്തരമായ ഒരു ഈശ്വരനാൽ തിരിതെളിയിക്കപ്പെട്ട ആ ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സംഘടന, മാതൃസംഘടന എന്ന് പറയുന്ന ആ SNDP യോഗം എങ്ങനെയുള്ളതാണെന്നാണ് കുമാരനാശാൻ പറയുന്നത്. ഗുരുവിൻ്റെ ഉള്ളിലെ അൻപാണ്, കാരുണ്യമാണ്, ആ ഗുരുവിൻ്റെ ജീവനാണ്. അതായത് ജീവൻ തന്നെയാണ് SNDP യോഗമെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടല്ലേ SNDP യോഗം എന്ന മഹാപ്രസ്ഥാനം ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുമ്പോൾ അവിടെയൊക്കെ എന്താണ് ഓരോ ശ്രീനാരായണീയർക്കും അഭിമാനമായി കൊണ്ട് ഉയർന്നിരിക്കുന്നു. ഇന്നിപ്പോൾ യോഗം തലത്തിൽ, യൂണിയൻ തലത്തിൽ, ശാഖതലത്തിൽ, കുടുംബയോഗം തലത്തിൽ എല്ലാം ഇങ്ങനെ വിഘടിച്ച് സംഘടനയെ ശക്തമാക്കുമ്പോൾ എന്താണ് അതിലെല്ലാം ഉപരിയായിട്ട് പോഷക സംഘടന, എത്ര പോഷക സംഘടന നമുക്കുള്ളതല്ലേ. യൂത്ത് മൂവ്മെൻറ്റ്, വനിതാ സംഘം, ബാലജന യോഗം, പിന്നെ കുമാരി സംഘം, സൈബർ സേന, പിന്നെ എംപ്ലോയീസ് ഫോറം, പെൻഷനേഴ്സ് ഫോറം എന്ന് വേണ്ട നിരവധിയായിട്ടുള്ള സംഘടനകൾ. അതെല്ലാം കഴിഞ്ഞിട്ടോ നമുക്ക് അതിനും അപ്പുറമായിട്ട് എന്താണ് സന്യാസി സംഘടനയെ ഗുരു ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സന്യാസിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് സന്യാസി സംഘം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ ആ ശിവഗിരി മഠം അല്ലേ, ഭഗവാന്റെ ആ കളേബരം നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ എല്ലാം പുണ്യസ്ഥലം അല്ലേ, ഭൂമിയിലെ സ്വർഗമായ ശിവഗിരി. ആ ശിവഗിരിയെ ആസ്ഥാനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ശിവഗിരി സംഘം സന്യാസി സംഘം അല്ലേ, ഭഗവാന്റെ വത്സല ശിഷ്യന്മാരുടെ പരമ്പരയെ താങ്ങി നിർത്തുന്ന ആ സംഘടന. പിന്നെയോ വൈദിക സംഘം അല്ലേ, നമ്മുടെ പൂജാതി കർമ്മങ്ങളിലൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് അല്ലേ നമുക്ക് ഗുരുവായി പഠിപ്പിച്ചു തന്ന ആ പൂജാവിധികളൊക്കെ ഗുരു തിരുത്തി നമുക്ക് പ്രാബല്യത്തിൽ വരുത്തി തന്ന പൂജാവിധികളൊക്കെ പഠിച്ച് ഇവിടെ പൂജകളൊക്കെ നമുക്ക് ചെയ്തു തരുന്ന, ഈശ്വര സാക്ഷാത്കാരത്തെ നേടാൻ ഏതൊക്കെ മാർഗമുണ്ടോ അതൊക്കെ ചെയ്തു തരുന്ന നമ്മുടെ വൈദിക ശ്രേഷ്ഠന്മാർ, ഇവരൊക്കെ എല്ലാം തന്നെ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ഗുരുവിൻ്റെ ശിഷ്യ സമ്പത്തുകൾ എല്ലാം തന്നെ എന്താണ് ഗുരുവിൻ്റെ സമ്പത്താണ്. ഇതെല്ലാം ഗുരുവിൻ്റെ ഉള്ളിൽ നിന്ന് ഊറി വന്ന ആ അനുകമ്പയുടെ ആ കാരുണ്യത്തിൻ്റെ പരിണത ഫലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു കുടുംബയോഗത്തിലേക്ക് തന്നെ കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു 7 ദിവസത്തെ വ്രതമെടുത്തുകൊണ്ട്, നൊയമ്പെടുത്തുകൊണ്ട്, ആ വീട്ടിൽ പഞ്ചശുദ്ധി ആചരിച്ചുകൊണ്ട്, ആ വീട്ടിൽ പഞ്ചശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലാ വാക്ശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഗ്രഹശുദ്ധി, ശരീരശുദ്ധി എല്ലാം ആചരിച്ചുകൊണ്ട് 7 ദിവസത്തിന് ശേഷം അവിടെ ഒരു വിളക്ക് തെളിയിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ, എത്ര കുടുംബമുണ്ടോ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് അവിടെ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ട് നമ്മുടെ മഹാഗുരുവിനെ അവിടേക്ക് വിളിച്ചിരുത്തി അല്ലേ, നമ്മൾ ഗുരുഷട്കവും ദീപാർപ്പണവും ഗുരുഷട്കവും ഗുരുസ്തവവും ചൊല്ലി ഗത്യപ്രാർത്ഥനയും ഗുരുദേവ കൃതികളിലൂടെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ ചൈതന്യം, ഭഗവാന്റെ ആ ചൈതന്യം ആ ഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ ആഗ്രഹിച്ച ആ എല്ലാ ഗ്രഹങ്ങളിലും ഈശ്വരാരാധന എത്തണം, എല്ലാ ഹൃദയങ്ങളിലും എത്തണം എന്നുള്ള ആ വാക്മൊഴി എത്ര മനോഹരമായിട്ടാണ് ഇന്ന് നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. എത്ര ഭംഗിയാണല്ലേ ആ കുടുംബയോഗങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ, ആ കൂട്ടായ്മയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ, ആ വീട്ടിലേക്ക് വരുന്ന, ആ ഭവനങ്ങളിലേക്ക് വരുന്ന കൂട്ടായ പ്രാർത്ഥനയിലൂടെ വരുന്ന ഐശ്വര്യങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് ആ ഈശ്വരൻ്റെ മഹത്മ നമുക്ക് ഓരോരുത്തരും തെളിഞ്ഞു വരുന്നത്. ഇവിടെ തന്നെയുണ്ട് നമുക്ക് SNDP പ്രസ്ഥാനം ഏതുമാകട്ടെ, അല്ലെങ്കിൽ ഗുരുവിൻ്റെ പ്രസ്ഥാനം ഏതുമാകട്ടെ, അവിടെയൊക്കെ ഈശ്വരനുണ്ട്, ഗുരു നമ്മളൊപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ, കുമാരനാശാൻ ഗുരുപാദ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? പ്രീതിക്കാളാകിൽ ഓരാതഖില മഹിമയും ഭൂതിയും നൽകും ഏതോ ചൈതന്യം പൂണ്ടുമ അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലേ ഏതിനും മൂലമല്ലു
ഗുരുകൃപയതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നിൻ. ഭഗവാനെ സന്തതം തൊഴുന്നു. എന്തുകൊണ്ടാണ്? ഭുക്തിയും ഈ ഭൂമിയിൽ ആവശ്യമായ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതൊക്കെ നേടണമെങ്കിൽ എന്ത് വേണം? പ്രീതിക്ക് ആളാവണം. ഭഗവാന്റെ സ്നേഹത്തിന് പാത്രീഭൂതരായി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തനിയെ വന്നുകൊള്ളും. എത്ര ദുർഘടമായ ഘട്ടത്തിലും നമുക്കെന്താണ്? ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ നേരായ മാർഗം നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് അറിയുവാൻ സാധിക്കും. അത് പറഞ്ഞറിയിക്കുവാനൊന്നും കഴിയില്ല, നമ്മുടെ അനുഭവത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് അപ്രീതിയിൽ അപജയമുണ്ടാക്കിയാൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിനെ മലിനപ്പെടുത്തുമ്പോൾ, അതായത് കുടുംബയോഗമാകട്ടെ, ശാഖയുടെ പ്രവർത്തനമാകട്ടെ, യൂണിയൻ തലത്തിലാകട്ടെ, യോഗം തലത്തിലാകട്ടെ, ഇല്ലെങ്കിൽ വേണ്ട ശിവീരി മഠത്തിൻ്റെ തന്നെ ആകട്ടെ, ഏതൊരു ശ്രീ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപജയമുണ്ടാകും. ഗുരുവിൻ്റെ ആ ഇഷ്ടത്തിന് വിഘ്നങ്ങൾ ഉണ്ടാകും. അപ്പോഴെന്ത് വേണം? അപ്രീതി ഉണ്ടാകും. അപ്പോഴെന്താണ്? അപജയമുണ്ടാകും. ഏതൊരു വ്യക്തിയാണോ അത് ശ്രമിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും അപജയം വരുമെന്നുള്ളത് നമ്മൾക്ക് പറയേണ്ട കാര്യമില്ല, അനുഭവത്തിലൂടെ നമ്മൾ കാണുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ആ മഹാഗുരുവിൻ്റെ ഉള്ളത്തിൽ നിന്ന് ഊറി വന്ന അല്ലേ, അങ്ങേത്തിരി ഉള്ളൂറിയ ഒരു അൻപിൻ വിനിയോഗം, ആ വിനിയോഗത്തിലിരിക്കുന്ന ആ ഉള്ളിൽ നിന്ന് ഊറി വന്ന ആ യോഗത്തിലൊന്ന് ഇരിക്കുവാൻ, ആ യോഗത്തിൻ്റെ ഒരംഗമായി കഴിയുവാൻ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആരാധ്യനായിട്ടിരിക്കുവാൻ, ഒരു സ്ഥാനത്തിരിക്കുവാൻ, ഒന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ, ആ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലൂടെ ഒന്ന് കടന്നു ചെല്ലുവാൻ, ആ ഗുരുവിൻ്റെ സുക്തികളിലൂടെയൊക്കെ ഒന്ന് പോകുവാൻ, ഒരു ഗുരുദേവ കൃതിയെങ്കിലും പഠിച്ച് കഴിയുവാൻ ഒക്കെ കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയുള്ള ആ അനുകമ്പ നിറഞ്ഞ ആ സംഘടനാ പ്രവർത്തനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എങ്ങും ജനചിത്തങ്ങളിൽ ഇണക്കി പ്രസരിക്കും. ഈ ജനങ്ങളെയെല്ലാം എന്താണ്? ഗുരു എന്ന മഹാഗുരു എന്ന ആ ഒരു ഗുരുവിനെ എന്താണ് തൂണായി നിർത്തിക്കൊണ്ട്, കേന്ദ്ര ഭാഗമായി നിർത്തിക്കൊണ്ട് എല്ലാവരെയും പലവിധമുള്ള ആളുകളെയും ഒന്നായി ചേർക്കാൻ കഴിയും. അതാണ് എന്താ പറയുക, എങ്ങും ജനചിത്തങ്ങൾ, എല്ലാ ജനങ്ങളെയും ഒന്നായി ചേർത്ത് നിർത്താൻ, പല മതത്തിലുള്ളവരായിക്കോട്ടെ, പല ഭാഷയിലുള്ളവരായിക്കോട്ടെ, പല ആചാരങ്ങളിലുള്ളവരായിക്കോട്ടെ, ഏതുമാകട്ടെ, പല ശീലങ്ങളുള്ളവരായിക്കോട്ടെ, എല്ലാവരെയും ഒത്തുചേർത്ത് നിർത്തുവാൻ മഹാഗുരുവിന് കഴിയുന്നു. അങ്ങനെയുള്ള ആ ഗുരു മങ്ങാതെ ഒരിക്കലും നമുക്ക് വിഘ്നങ്ങൾ വരാതെ ആ ഗുരു എന്നും എന്തു ചെയ്യും? ചിരംകാലം ജീവിക്കൂലേ? എന്ന് മനുഷ്യ സമൂഹമുണ്ടോ അത്രയും കാലത്ത് നമ്മുടെ യോഗവും നമ്മുടെ പ്രസ്ഥാനവും ഒപ്പം തന്നെ മഹാഗുരുവും നമ്മളോടൊപ്പം ജീവിക്കുമെന്ന് കുമാരനാശാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് ഈ ഗുരുസ്തവം എന്ന കൃതിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഗുരുവിനെ മുൻനിർത്തിയുള്ള കാര്യത്തിൽ ഗുരു നമ്മോടൊപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഏതൊരു കാര്യത്തിലും നമ്മൾ ഇറങ്ങിത്തിരിക്കുവാനായിട്ട്. അത് അലങ്കോലപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അവസരമുണ്ടാക്കുവാനോ നമ്മൾ ശ്രമിക്കാതെ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിനെ വളർത്തുവാനും ഗുരുവിൻ്റെ സൂക്തങ്ങളെ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെയുള്ള കഴിവ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം. അങ്ങനെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീനാരായണ SNDP യോഗം കോട്ടയം യൂണിയൻ്റെ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം, നാഗമ്പടം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ഒരു ഉപരിപഠിതാവായിട്ട് പഠിക്കുവാൻ കഴിയുന്നത് തന്നെ എൻ്റെ മഹാഗുരുവിൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് കരുതിക്കൊണ്ട് ഈ സായം സന്ധ്യയുടെ ഈ മഹായജ്ഞത്തിലേക്ക് ഒരു പങ്കാളിയാകുവാൻ എന്നെ ക്ഷണിച്ച സൈബർ സേനയുടെ എല്ലാ അംഗങ്ങൾക്കും ഈ പ്രസ്ഥാനത്തിനും എല്ലാവർക്കും ഗുരുവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാൻ സമക്ഷം സമർപ്പിക്കുന്നു. നന്ദി, നമസ്തേ. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.